ഈ പാവങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഇവരോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഇവരോടൊപ്പം ഉണ്ടാകും. നൂറ്റാണ്ടുകളായി ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളാണ് ഈ പാളയം മാർക്കറ്റിലുള്ളത്. ഈ പാവങ്ങളെ മുഴുവൻ ഇവിടെ അടിച്ചോടിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. അപ്പോൾ അടിയന്തരമായി ഇവരുമായി ഈ വ്യാപാരികളുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകാവൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം കണ്ണിമറ മാർക്കറ്റിലാണ്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ പരിതാപകരമാണ്. ഈ ഒരു അവസ്ഥ കണ്ട് പരിശോധിക്കാൻ വേണ്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. വളരെ നൂറ്റാണ്ടുകളായി ഇവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഈ നടപടിയോട് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇവർക്ക് പുനരധിവാസം ശരിയായി കൊടുക്കാതെ ഇവിടുന്ന് അവരെ എങ്ങനെ ഒഴിപ്പിക്കാം? തന്നെയുമല്ല, എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ചിട്ട് ഒഴിപ്പിക്കൽ നടക്കുന്നത്? കോർപ്പറേഷനോ ട്രിഡായോ ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവരെ പോലീസിനെയും ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവരുടെ കടകൾ മുഴുവൻ പൊളിപ്പിക്കുകയാണ്. ഇതെന്ത് ന്യായമാണ്? ഇപ്പോൾ തന്നെ താൽക്കാലികമായി പണിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അകത്ത് കയറിയാൽ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. തന്നെയുമല്ല, ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഈ പാവപ്പെട്ട ആളുകൾ ഇപ്പം കച്ചവടമില്ല. കാർഷിക ഉൽപ്പന്നങ്ങളോ മത്സ്യമോ കൊണ്ടുവന്നാൽ വിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഇന്ന് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ. അപ്പോൾ അടിയന്തരമായി ഇവരുമായി ഈ വ്യാപാരികളുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകാവൂ. ഇവരിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് നീതി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഇവിടെ കോർപ്പറേഷൻ അധികാരികളും ഇവിടെ കാണിക്കുന്ന ഗുണ്ടായിസമാണ് ഈ പാവപ്പെട്ട ആളുകളെ കടകൾ പൊളിച്ച് കളയുക. എന്നിട്ട് അവരെ ഈ താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവിടെ കയറാൻ പോലും പറ്റില്ല. 19 കോടി രൂപ ചെലവഴിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണണം. അത് തന്നെ വലിയ അഴിമതിയാണ്. വായു പോലും കയറത്തില്ല അവിടെ. ആളുകൾ എങ്ങനെ അതിനകത്ത് കയറും? ഈ പാവങ്ങൾ എങ്ങനെ അവിടെ പോയി ഈ കട നടത്തും? ആ സാധനങ്ങൾ വാങ്ങാൻ വരും? അപ്പോൾ പാളയം മാർക്കറ്റ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വ്യാപാരികൾ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഇത് രാഷ്ട്രീയമല്ല, ജനകീയ പ്രശ്നമാണ്, ജനങ്ങളുടെ പ്രശ്നമാണിത്. അതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടണം. ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാത്രമേ ഇവിടെ എന്തെങ്കിലും പൊളിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവരെ പറയുന്നു അവരെ പുനരധിവസിപ്പിക്കാനുള്ളതാണ് ഇവരുടെ ആവശ്യം. അതില്ലാതെ നൂറ്റാണ്ടുകളായി ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളാണ് ഈ പാളയം മാർക്കറ്റിലുള്ളത്. ഈ പാവങ്ങളെ മുഴുവൻ ഇവിടെ അടിച്ചോടിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകും. ഇവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുപോലെ ഈ ഇവിടുന്ന് പൊളിച്ച ആളുകളൊക്കെ ഒരു സൗകര്യം അവർക്കില്ല. വെളിയിൽ നിൽക്കുകയാണ്. സ്ത്രീകളടക്കം മീൻ വിൽക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ റോഡിലാണ്. നിങ്ങൾ കണ്ടില്ലേ? അവ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു, പലതരത്തിലുള്ള പൊല്യൂഷൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. എന്തിനാണ് ഇങ്ങനെ പുനരധിവസിപ്പിക്കാതെ പെട്ടെന്ന് ഇത് പൊളിക്കാൻ നടപടി സ്വീകരിച്ചത് എന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കണം. വളരെ തെറ്റായ നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത്. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്. 19 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിഞ്ഞിരിക്കുന്നു താൽക്കാലികമായിട്ട്. അത് എന്തിനാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. വായു പോലും കടക്കത്തില്ല. അപ്പൊ ഇതെല്ലാം അഴിമതിക്ക് വേണ്ടിയും കൊള്ളയുമാണ്. താഴെ ബാറും 3ാമത്തെ നിലയിൽ മലക്കറി കച്ചവടം. ആര് വരാനാണ് അവിടെ ആരും വരത്തില്ല. ഈ പാവങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഇവരോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഇവരോടൊപ്പം ഉണ്ടാകും. ഇത് ശക്തമായി പ്രതികരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാളയം മാർക്കറ്റിലെ സ്ഥിതിഗതികളൊക്കെ മന്ത്രി പരിശോധിച്ചിട്ടുണ്ട്. വലിയ അനീതിയാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികളോട് കോർപ്പറേഷൻ അധികാരികൾ കാണിക്കുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.